ഇന്ന് ഇതുവരെ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ നീല ട്രോളി ബാഗ് വിവാദത്തിൽ തെളിവ് കണ്ടെത്താനായിട്ടില്ല എന്ന് പോലീസ് റിപ്പോർട്ട്. ബാഗിൽ പണം എത്തിച്ചതിന് തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ജില്ലാ പോലീസ് മേധാവിക്കാണ് റിപ്പോർട്ട് കൈമാറിയത്. കേസിലെ തുടർ നടപടികൾ അവസാനിപ്പിക്കാൻ അന്വേഷണ സംഘം ഒരുങ്ങുകയാണ്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് പാലക്കാട്ട് നിന്ന്. നിഖിൽ, ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രാഷ്ട്രീയ വിവാദത്തിന് തുടക്കമിട്ടതാണ് ഈ നീല ട്രോളി വിവാദം. അതിൽ തന്നെ പലതരത്തിലുള്ള രാഷ്ട്രീയ വാഗ്വാദങ്ങളും നേർക്കുനേർ പോരുമൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ പോലീസ് പറയുന്നു അത് സംബന്ധിച്ച് യാതൊരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, തുടരന്വേഷണത്തിനുള്ള സാധ്യതയില്ല. ഇതിൻ്റെ ഈ നടപടികൾ തന്നെ അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന തരത്തിലാണ് പോലീസ് റിപ്പോർട്ട്. അതിൻ്റെ ഉള്ളടക്കം എന്താണ് നിഖിൽ പ്രമേഷ്? ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെയാണ് വിഷയം. ഈ വിഷയം പരിഹരിക്കാൻ പറ്റും. കൊണ്ടുപോയി കേരളത്തിന്റെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ അനുവദിക്കില്ല. ഞങ്ങൾ അതിന്റെ മുമ്പിൽ നിന്ന് അതിനെ ചെറുത്തു തോൽപ്പിക്കും. അത് എത്രയും പെട്ടെന്ന് 1 മാസം കൊണ്ട് പരിഹരിക്കാൻ പറ്റാവുന്ന കാര്യമുള്ള അത് എത്രയും പെട്ടെന്ന് കുറച്ച് കാലാവധി കുറച്ച് കമ്മീഷനുമായിട്ട് സംസാരിച്ച് അദ്ദേഹത്തോടു കൂടി പറഞ്ഞ് ഈ വിഷയത്തിന്റെ ഗൗരവം പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അദ്ദേഹം സീനിയർ ഹൈക്കോടതി ജഡ്ജായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഗൗരവം പറഞ്ഞാൽ ബോധ്യപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി എത്രയും പെട്ടെന്ന് ഇത് പരിഹാരം ഉണ്ടാക്കണം. ഗവൺമെന്റ് ഒരു ഡയലോഗ് നടത്തുന്നില്ല. ശരിക്കും ഇവരായിട്ടൊരു ഡയലോഗ് നടത്തിയിട്ടുണ്ടോ? മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നിഖിൽ പ്രമേഷ് തുടരുന്നുണ്ട്. നിഖിൽ, നീലപ്പെട്ടി വിവാദത്തിന് തെളിവില്ല എന്ന റിപ്പോർട്ട് പോലീസ് നൽകുന്നു, ജില്ലാ പോലീസ് മേധാവിക്ക് നൽകുന്നു. എന്താണ് അതിന്റെ ഉള്ളടക്കം നിഖിൽ പ്രമേഷ്? നിഖിൽ, കേൾക്കാമോ? നിഖിൽ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കള്ളപ്പണം എത്തിക്കേണ്ടുന്ന സാഹചര്യം തങ്ങൾക്കില്ല, അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് വളരെ കൃത്യമായി അവർ അവരുടെ വാദം വിശദീകരിക്കുകയും എന്ന് മാത്രമല്ല, അർദ്ധരാത്രിയിൽ ഇത്തരത്തിലുള്ള റെയ്ഡ് നാടകം നടത്തിയത് വഴി തങ്ങളുടെ വനിതാ പ്രവർത്തകരെ അടക്കം, പ്രത്യേകിച്ച് ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള നേതാക്കളെ അവഹേളിക്കുന്ന സാഹചര്യം കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ കോൺഗ്രസ് ആരോപണമായി ഉന്നയിക്കുകയും തുടർന്ന് അവരൊരു പരാതിയുമായി DGPക്ക് തന്നെ നേരിട്ട് പരാതി നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് വലിയ കലുഷിതമായ സാഹചര്യമായിരുന്നു KPM ഹോട്ടലിന് മുന്നിൽ നമുക്കിന്ന് കാണാൻ കഴിഞ്ഞത്. യുവമോർച്ച, DYFI, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേരിട്ട് ഈ ഹോട്ടൽ ലോബിക്ക് മുന്നിൽ നിന്നുകൊണ്ട് പോരടിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. മുതിർന്ന നേതാക്കൾ അവിടെ എത്തി ഒടുവിൽ പ്രവർത്തകരെ അനുനയിപ്പിക്കുന്ന കാഴ്ചകളൊക്കെയാണ് കണ്ടത്. പിന്നീട് പക്ഷേ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇതൊരു വലിയ വിവാദമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ CPIM ശ്രമിച്ചെങ്കിലും തെരഞ്ഞെടുപ്പിൽ അത് പ്രചരണ കാലത്തടക്കം അത് വലിയ രീതിയിൽ തിരിച്ചടിയാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒരു ബൂമറാങ് ആയത് തിരിച്ചടിക്കുന്ന സാഹചര്യം കൂടി നമ്മൾ കണ്ടു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം കൂടി വന്ന പശ്ചാത്തലത്തിൽ അത് അല്പം കൂടി ശരിവെക്കുകയായിരുന്നു ആ സാഹചര്യങ്ങൾ. ആളുകൾ ഇതൊന്നും തന്നെ മുഖവിലക്കെടുത്തില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയൊക്കെ മൊത്തത്തിൽ തിരിച്ചടിയായിരിക്കുകയാണ്. മൊത്തത്തിൽ ഈ ട്രോളി വിവാദം തന്നെ പൊളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് പോലീസ് റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത്. പോലീസ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നു, ഇതിലൊന്നും തന്നെ ഈ പണം ഉണ്ട് എന്ന് കണ്ടെത്താൻ, അതായത് ആ ബാഗിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളും മറ്റുമാണ് എന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള കേസുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. മറിച്ച് അതിൽ കള്ളപ്പണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കേസുമായി പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും അത്തരത്തിൽ ഒരു വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട്. തെളിവില്ല എന്ന് പോലീസ് തന്നെ പറയുന്നു. ഈ അർദ്ധരാത്രിയിൽ നടന്ന നാടകീയമായ പരിശോധനയ്ക്ക് നിഖിലിലേക്ക് വരാം. ഇപ്പോൾ VD സതീശൻ സംസാരിക്കുന്നു തത്സമയം. കോൺഗ്രസിനെ തോപ്പിച്ച് BJP ജയിപ്പിക്കാനുള്ള അന്തരീക്ഷമാണ് അവരവിടെ ഉണ്ടാക്കിയത്. അത് ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? അപ്പൊ ഇതെല്ലാം ഇതിന് ഉത്തരവാദികളായ ആള് മന്ത്രി MP രാജേഷാണ് അതിന്റെ ഉത്തരവാദി. അദ്ദേഹത്തിന്റെ അളിയനെതിരെ നടപടി എടുക്കാൻ പറ്റില്ല. മന്ത്രി മാപ്പ് പറയണം, പൊതുസമൂഹം CPM മാപ്പ് പറയണം. അതൊക്കെ ലോകായുക്തയിൽ ചോദ്യം ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. അന്ന് ലോകായുക്തയുമായി വലിയ വിവാദമുണ്ടായ കാര്യങ്ങളാണ്. നിഖിൽ പ്രമേഷ് തുടരുന്നുണ്ട്. നിഖിൽ, ഈ അർദ്ധരാത്രിയിൽ അങ്ങനെ ഒരു പരിശോധന നടത്താനുള്ള വിവരം എവിടെ നിന്ന് കിട്ടി? ആരാണ് ആ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത് എന്നുള്ള ചോദ്യം അത് ആ ഘട്ടത്തിൽ തന്നെ സജീവമായി പ്രതിപക്ഷം ഉയർത്തിയതാണ്. ഇപ്പോൾ ഇങ്ങനെ തെളിവില്ല, തുടരന്വേഷണം ആവശ്യമില്ല എന്ന പോലീസിന്റെ റിപ്പോർട്ട് കൂടി വരുന്നതോടുകൂടി ആ ചോദ്യമായിരിക്കും സജീവമായി പ്രതിപക്ഷം വീണ്ടും ഉയർത്തുക. നിഖിൽ, തീർച്ചയായിട്ടും ഇത് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ, റീജിത്ത്,
പോലീസിന് വിവരം നൽകുന്നത് CPIM പ്രവർത്തകരാണ്. CPIM പ്രവർത്തകർ പോലീസിന് ഇത്തരത്തിലുള്ള ഒരു വിവരം നൽകുന്നു. അവർ റെയ്ഡ് ഈ KPM ഹോട്ടൽ വളയുന്നു, അവിടെ പരിശോധനകൾ നടത്തുന്നു, വിവിധ മുറികളിൽ കയറി ഇറങ്ങുന്നു. അങ്ങനെ അതായത് CPM നേതാക്കളുടെ മുറിയിലും കയറിയിട്ടുണ്ട്, കോൺഗ്രസ് നേതാക്കളുടെ മുറിയിലും കയറിയിട്ടുണ്ട്. അങ്ങനെ ഈ വിവിധ മുറികളിൽ കയറി ഇറങ്ങുന്നു. അപ്പോഴൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും അസ്വാഭാവികമായ ഒന്നും കണ്ടെത്താൻ വേണ്ടി കഴിയുന്നില്ല. പിന്നീട് വലിയ വിവാദവും വലിയ വിഷയമൊക്കെ ആയതിനു ശേഷം മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം സംഭവ സ്ഥലത്തെത്തി. ഈ പോലീസ് സംഘം മടങ്ങി പോവുകയായിരുന്നു. തൊട്ടടുത്ത ദിവസവും സമാനമായ ഹോട്ടലിൽ പരിശോധന നടന്നു, CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അതിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും VK ശ്രീകണ്ഠൻ MP ഒക്കെ ഈ സംഭവ സ്ഥലത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. പക്ഷേ അവരവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ പെട്ടി അവരുടെ കാറുകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വിവരങ്ങളും അവിടെ നിന്ന് ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടത് തന്നെയാണ്. എന്തായാലും അതിൻ്റെ ആ കേസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുമ്പോൾ UDFന് പൂർണ്ണമായ ഒരു ക്ലീൻ ചിറ്റ് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. എവിടെയാണോ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നത്, അതേ സ്ഥലത്ത് കാര്യങ്ങൾ എത്തുകയാണ്, അതേ തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ നീല ട്രോളി ബാഗ് വിവാദത്തിൽ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. തുടരന്വേഷണം ആവശ്യമില്ല എന്നും പോലീസ് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിൽ, DYSP ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ഈ ആരോപണം ഉയർത്തിയ ഇത് വലിയ ചർച്ചയാക്കി മാറ്റിയ LDF നേതൃത്വത്തിന് വലിയ തിരിച്ചടി തന്നെയാണ് പോലീസിന്റെ റിപ്പോർട്ട്. യൂത്ത് കോൺഗ്രസ് വ്യാജ ID കാർഡ് കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹൈക്കോടതിയിലെ ഹർജി പിൻവലിച്ചു. മൂവാറ്റുപുഴ സ്വദേശി ജുവൈസ് മുഹമ്മദ് നൽകിയ ഹർജിയാണ് പിൻവലിച്ചത്. കോൺഗ്രസ് നേതാക്കളുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് ഹർജി പിൻവലിച്ചത് എന്നാണ് സൂചന. ശ്രീകാന്ത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഇങ്ങനൊരു ആവശ്യത്തിൽ നിന്ന് പരാതിക്കാരൻ പിന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? വിവരങ്ങൾ എന്താണ് ശ്രീകാന്ത്? യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയാണ് ഈ മൂവാറ്റുപുഴ സ്വദേശി ജുവൈസ് മുഹമ്മദ്. ഇയാൾ നൽകിയ ഹർജിയാണ് പിൻവലിച്ചിട്ടുള്ളത്. വ്യാജ ID കാർഡ് കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. കോൺഗ്രസ് നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഭാഗമായാണ് ഈ ഹർജി പിൻവലിച്ചതെന്നാണ് സൂചന. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ വ്യാജ ID സംഭവം ഉണ്ടായതും അത് പിന്നീട് വിവാദമായതും. ആ സമയത്താണ് ഹർജി നൽകിയത്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ MLA ആയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതാക്കൾ സമ്മർദ്ദം ചെലുത്തി ഹർജി പിൻവലിപ്പിച്ചു എന്നാണ് വിവരം. ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. വാൽപ്പാറയിൽ കാട്ടാനകൾ റേഷൻ കട തകർത്തു. അയർവാടി എസ്റ്റേറ്റ് പരിസരത്താണ് സംഭവം. 5 കാട്ടാനകൾ റേഷൻ കടയുടെ മതിൽ തകർത്ത് അകത്ത് കയറി ധാന്യങ്ങൾ ഭക്ഷിച്ചു. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഒരിക്കൽ കൂടി. സൂരജ്, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി. സൂരജ്, ഇന്ന് പുലർച്ചെയായിരുന്നു ഈ വാൽപ്പാറയ്ക്ക് സമീപം ഈ കാട്ടാന റേഷൻ കടയിൽ കയറി വലിയ രീതിയിൽ ഈ ആക്രമണം നടത്തിയതെന്നുള്ളതാണ് പറയുന്നത്. വാൽപ്പാറയ്ക്ക് സമീപമുള്ള അയർവാടി എസ്റ്റേറ്റിന് സമീപത്തുള്ള റേഷൻ കടയിലാണ് കാട്ടാന എത്തിയത്. 5 കാട്ടാനകൾ ഈ തൊട്ടടുത്ത ഒരു പള്ളി ഹാളിലൂടെ നടന്ന് റേഷൻ കടയ്ക്കകത്ത് കയറി അവിടെ ഉണ്ടായിരുന്ന റേഷനരി അടക്കം കഴിച്ച് പുലർച്ചെ വരെ ഈ കാട്ടാനകൾ ഈ റേഷൻ കടയോടും ചേർന്നുള്ള ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ പുലർച്ചെ ഇവിടെ എത്തിയ നാട്ടുകാരാണ് ഈ കാട്ടാനയുടെ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളടക്കം പകർത്തിയത്. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, അതായത് ഇത് തമിഴ്നാട് ഫോറസ്റ്റിന്റെ പരിധിയിൽപ്പെടുന്ന മേഖലയാണ്, തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഈ കാട്ടാനയെ പിന്നീട് കാട് കയറ്റി അയക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ജനവാസ മേഖലയിൽ തുടർച്ചയായി ഈ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് പതിവാണെന്നുള്ളതാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്ന TK. ശരി, സൂരജ് സജി വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് വാൽപ്പാറയിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ റിപ്പോർട്ടിലേക്കാണ്. കൊല്ലം കടക്കലിൽ തടി കയറ്റിയ പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് വീട്ടുമുറ്റത്തേക്ക് ഇടിച്ചു കയറി. ഇന്ന് രാവിലെ 10 മണിയോടെ കടക്കൽ പള്ളിമുക്കിലാണ് സംഭവം. അരുൺരാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺരാജ്. റിജിത്ത്, ഇന്ന് രാവിലെ 10 മണിക്കാണ് കൊല്ലം കടക്കൽ പള്ളിമുക്കിൽ ഈ തടി കയറ്റിക്കൊണ്ടിരുന്ന ലോറി ആ ഡ്രൈവർ വാഹനത്തിലില്ലായിരുന്നു. ഈ വാഹനം മുമ്പോട്ടേക്ക് എത്തുകയും ഈ റോഡിൽ നിന്ന് തെന്നിമാറി സമീപത്തെ വീടിന്റെ മതിലിടിച്ച് ആ വീട്ടിലേക്ക് പായുകയും ചെയ്തത്. അതേസമയം ഈ വാഹനത്തിനുള്ളിൽ തൊഴിലാളികളടക്കം ഉണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രം ആ തൊഴിലാളികൾക്ക് കാര്യമായ പരിക്ക് പറ്റിയിട്ടില്ല. ഈ വാഹനത്തിൽ തടി കയറ്റുന്നതിനിടയിൽ ഉണ്ടായ പ്രശ്നത്തിനിടയിലാണ് ഈ വാഹനത്തിന് അടിയിലിരുന്ന ആ ടയറിന്റെ അടിയിലിരുന്ന കല്ല് അത് മാറിയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്തായാലും ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ശരി, വീട്ടുമുറ്റത്തേക്കാണ് തടി കയറ്റിയ ലോറി ഇടിച്ച് കയറിയിരിക്കുന്നത്. ആർക്കും പരിക്കു പറ്റിയിട്ടില്ല. മറ്റൊരു അപകട വാർത്ത കൂടി കൊല്ലത്ത് നിന്ന് പുറത്തു വരുന്നു. കൊല്ലം പള്ളിമുക്കിൽ റോഡരികിൽ നിന്ന് യുവാവിനെ വാഹനം ഇടിച്ചു തെറിപ്പിച്ചു. പള്ളിമുക്ക് സ്വദേശി സിറാജിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇടിച്ച വാഹനം നിർത്താതെ പോയി. അപകടത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺരാജ്, ഈ വാഹനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? ഈ പരിക്കേറ്റയാളുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്താണ് അരുൺരാജ്?
റിജിത്ത്, സംഭവം നടന്നിട്ട് 2 ദിവസമായി. നവംബർ 30 രാത്രി 9 മണിയോടെയാണ് സംഭവം. ഈ പള്ളിമുക്കിന് സമീപം തൻ്റെ സുഹൃത്തുമായി ഇരുചക്ര വാഹനത്തിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സിറാജിനെ പിന്നിലൂടെ എത്തിയ കാറ് ഇടിച്ചു തെറിപ്പിച്ചത്. അപകടം നടക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഈ കാർ ഇതിനുശേഷം നിർത്താതെ പോയി എന്നുള്ളതാണ് സിറാജ് പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നത്. ഈ CCTV ദൃശ്യങ്ങളിൽ അതും വ്യക്തമാണ്. കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ സിറാജ് ഇപ്പോൾ വീട്ടിൽ ചികിത്സയിലാണ്. 2 ദിവസം ആശുപത്രിയിലായിരുന്നു. ഇപ്പോൾ വീട്ടിലേക്ക് സിറാജിനെ മാറ്റിയിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ വാഹനം ഉടൻ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസ് പങ്കുവെക്കുന്നത്. ശരി, ആർ അരുൺ രാജ് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്ത് നിന്ന്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരോടുള്ള കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ച് DYFI മനുഷ്യച്ചങ്ങല. മോദി ഞങ്ങളും മനുഷ്യരാണ് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് മേപ്പാടിയിൽ പ്രതിഷേധം. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഈ സംസ്ഥാന സർക്കാരിനെതിരെ കോൺഗ്രസ് ഒരു ഭാഗത്ത് പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിനിടയിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധമുയർത്തിക്കൊണ്ടുള്ള DYFIയുടെ പ്രതിഷേധം അതെങ്ങനെയാണ് സുർജിത്ത്? റിജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേന്ദ്ര സഹായം ലഭ്യമാകാത്തതിൻ്റെ ആ വിഷയവും ഉയർത്തിക്കൊണ്ടാണ് DYFI വീണ്ടും ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മേപ്പാടി ജംഗ്ഷനിലാണ്. ഇവിടെയാണ് മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ട് DYFI പ്രതിഷേധം അറിയിക്കുന്നത്. നേരത്തെയും DYFI സമാനമായ രീതിയിൽ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരുന്നു. കേന്ദ്ര സർക്കാർ ഓഫീസിന് നേരെ മാർച്ച് നടത്തുകയും ആ മാർച്ച് നടത്തി ആ സമരത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു പ്രക്ഷോഭത്തിലേക്ക് DYFI എത്തിയിരിക്കുന്നത്. DYFIയുടെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള വസീഫും സനോജും ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. CPIMന്റെ നേതാക്കൾ, ജില്ലാ സെക്രട്ടറി P ഗഗാറിൻ, അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗം ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും പ്രക്ഷോഭം ശക്തമായ രീതിയിൽ തന്നെ DYFI തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും പ്രതിഷേധം തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു സമരം DYFI തുടരുന്ന ഒരു സാഹചര്യമുള്ളത്. വസീഫ് സംസാരിക്കുകയാണ്. ഈ ഒരു സമരം ഏത് തരത്തിലാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഞങ്ങളിപ്പോൾ DYFI ഒരു മനുഷ്യച്ചങ്ങലയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെയുള്ള ദുരന്തബാധിതരോട് സാധാരണ നിലയിൽ കാണിക്കേണ്ട സമീപനം എന്തുകൊണ്ട് കേരളത്തിൽ കാണിക്കുന്നില്ല, സഹായങ്ങൾ കൊടുക്കുന്നില്ല എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇതുപോലെ സമാനമായ അല്ലെങ്കിൽ ഇതിനേക്കാൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നു എന്നാരോപിച്ചുകൊണ്ട് പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് DYFI. മനുഷ്യച്ചങ്ങല തീർത്തിരിക്കുകയാണ് മേപ്പാടിയിൽ. ശബരിമല വിശേഷങ്ങളിലേക്കാണ് ഇനി ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ സന്നിധാനത്തും പമ്പയിലുമായി ഭക്തരിൽ നിന്ന് അമിത വില ഈടാക്കിയ ഹോട്ടലുകൾക്കെതിരെ നടപടി. ശബരിമല ADMന്റെ നേതൃത്വത്തിലുള്ള പരിശോധനയിലാണ് നടപടി. വിവരങ്ങളുമായി YS അഭിനന്ദ് ചേരുന്നുണ്ട്. അഭിനന്ദ്, നേരത്തെ കോടതിയുടെ ഭാഗത്ത് നിന്നടക്കം ഇടപെടലുണ്ടായതാണ്. കർശന നടപടി ഈ വിഷയത്തിൽ വേണം എന്നുള്ള ആവശ്യം കോടതി മുന്നോട്ട് വെച്ചതാണ്. ഇപ്പോൾ ഈ എത്ര ഹോട്ടലുകൾക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്? വിവരങ്ങൾ എന്താണ് അഭിനന്ദ്? റിജിത്ത്, മണ്ഡലകാലം ആരംഭിച്ച തീർത്ഥാടകരുടെ ഭാഗത്തുനിന്ന് വലിയൊരു പരാതി ഉയർന്നിരുന്നു ഈ അമിതമായി വില ഈടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമലയുടെ ചുമതലയുള്ള അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഡോക്ടർ അരുൺ എസ് നായരുടെ നേതൃത്വത്തിൽ 3 ഡ്യൂട്ടി മജിസ്ട്രേറ്റുമാർ വിവിധ സ്കോഡുകളായി പരിശോധന നടത്തിയത്. 49 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 3.25 ലക്ഷം രൂപയോളം, കൃത്യമായി പറയുകയാണെങ്കിൽ 3.91 ലക്ഷം രൂപയാണ് ഇപ്പോൾ വിവിധ ഹോട്ടലുകളിൽ നിന്ന് പിഴ ചുമത്തിരിക്കുന്നത്. 187 ഹോട്ടലുകളിലാണ് ഇവർ പരിശോധന നടത്തിയത്. അളവിലും തൂക്കത്തിലുമുള്ള ക്രമക്കേട്, അധിക വില ഈടാക്കൽ, നിയമാനുസൃത രേഖപ്പെടുത്തലുകൾ ഇല്ലാത്ത ഭക്ഷണ പാക്കുകൾ വിൽക്കുക എന്നീ കുറ്റങ്ങൾക്ക് 14 കേസുകളും ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് കൃത്യമായി പാലിച്ചില്ലെങ്കിൽ ഈ നടപടികൾ ഗുരുതരമായി തന്നെ സ്വീകരിക്കുമെന്നതാണ് ഇപ്പോൾ ADM വ്യക്തമാക്കിയിട്ടുണ്ട്. ലീഗൽ മെട്രോളജിയുടെയും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പിന്റെയും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും അടക്കമുള്ള പരിശോധനകൾ ഇതിനോടകം തന്നെ. ശബരിമലയിൽ അമിത വില ഈടാക്കിയ ഹോട്ടലുകൾക്കെതിരെ നടപടി. നോക്കാമിനി സന്നിധാനത്ത് ഇന്നത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കാണാവിനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം.
ഇന്നിതുവരെ പൂർത്തിയാവുകയാണ്.